നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാൻ്റെ മേൽ നടത്തിയ ആക്രമണം 2ാം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അമേരിക്കയോ ഇസ്രയേലോ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല ഈ യുദ്ധം ഇത്രമാത്രം നീണ്ടു നിൽക്കുമെന്ന്. ഇറാൻ്റെ മുൻനിര നേതൃത്വത്തെ മുഴുവൻ വധിക്കാൻ കൃത്യമായി ആസൂത്രണം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഏറിയാൽ ഒരാഴ്ച എന്നായിരുന്നു കണക്കുകൂട്ടൽ. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് അമേരിക്കയ്ക്ക് ആദ്യ ദിനം തന്നെ മനസ്സിലായി. കാരണം ഇറാൻ നേതൃത്വത്തെ വധിച്ചിട്ടും ഇറാൻ അയൽ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം അഴിച്ചുവിട്ടു. എന്നിട്ടും ആത്മവിശ്വാസത്തോടെ ട്രംപ് അന്ന് പറഞ്ഞത് ഏറിയാൽ 4 ആഴ്ച എന്നാണ്. 2 മാസമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിയും അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ട്രംപ് ഭീഷണിപ്പെടുത്തി, മുന്നറിയിപ്പ് നൽകി, പാലങ്ങളും പവർ പ്ലാന്റുകളും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു, സിവിലൈസേഷൻ തകർക്കുമെന്ന് പറഞ്ഞു, നരകം കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം വിഴുങ്ങി ഒടുവിൽ ചർച്ചയ്ക്ക് വഴങ്ങി. പക്ഷേ ചർച്ചയും ഫലപ്രദമായില്ല. അമേരിക്കയുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നിരസിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രതിനിധികൾ പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. ഏപ്രിൽ 11 അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ വെച്ച് ആദ്യ ചർച്ച നടത്തിയത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ചർച്ചയ്ക്ക് വേണ്ടിയെത്തി. പിന്നീട് 19-ാം തീയതി വരെ ട്രംപ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പുല്ലുവില കൊടുക്കാതെ ഇറാൻ മുമ്പോട്ട് പോയി. പക്ഷേ ഒരു ഗുണമുണ്ടായി. ചർച്ചയ്ക്ക് ശേഷം അയൽ രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണത്തിൻ്റെ ശക്തി കുറച്ചു. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊന്നുമില്ലാതായി. 19-ാം തീയതി വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വന്നു. JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്ന വാർത്ത അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു. പക്ഷേ വാൻസ് എത്തിയില്ല. കാരണം ഇറാൻ പറഞ്ഞു, ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല, ഞങ്ങളുടെ പ്രതിനിധികൾ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന്. പാകിസ്ഥാൻ ഇറാൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധികളെ കാത്ത് ആയിരക്കണക്കിന് സൈനികരെ ഒരുക്കി സുരക്ഷയുമായി കാത്തിരുന്നത് വെറുതെയായി. വീണ്ടും ലോകത്തിന് നിരാശയായി. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ട്രംപ് സ്വരം തണുപ്പിച്ചു. ഇറാനെ വെല്ലുവിളിക്കുന്നത് നിർത്തിവെച്ചു. എന്തെങ്കിലും സംഭവിച്ചാലുടൻ ക്രെഡിറ്റ് എടുക്കാനുള്ള നീക്കം ഇല്ലാതാക്കി. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾ നടത്തി ഇന്നലെ വീണ്ടും തിരിതെളിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടക്കുകയാണ്. അമേരിക്കയുടെ പ്രതിനിധികളെ 2 പേർ, പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും 2ാം പ്രതിനിധിയായ ട്രംപിൻ്റെ മരുമകൻ JS കുസ്നറും ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. 2 പേരും ഇന്ന് ഇസ്ലാമാബാദിൽ എത്തുമെന്നും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയും എത്തുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ തന്നെ ചർച്ച നടന്നേക്കും എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പോഴും ആശങ്ക ബാക്കിയുള്ളത്, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല, ചർച്ചയ്ക്ക് വേണ്ടിയല്ല പോകുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ്. അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്കും ഇറാൻ ഒരുക്കമല്ലെന്നും, എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ പാകിസ്ഥാൻ്റെ ആവശ്യം പരിഗണിച്ച് ഇസ്ലാമാബാദിലേക്ക് പോകുന്നു എന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഇറാൻ പറയുന്നെങ്കിലും ചർച്ച നടക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ഇറാൻ വിദേശകാര്യമന്ത്രിയെ തന്നെ അയക്കുന്നത്. അതുകൊണ്ടാണ് ലോകം ആശങ്കയോടെ, ആകാംക്ഷയോടെ ഇന്ന് ഇസ്ലാമാബാദിൽ സംഭവിക്കുന്നത് എന്തെന്നറിയാൻ കാതുകൂർപ്പിച്ചിരിക്കുന്നത്. 2 രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യാൻ കഴിയുന്ന തരത്തിലല്ല സാഹചര്യങ്ങളുടെ പോക്ക്. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇറാൻ യുറേനിയം എൻറിച്ച്മെൻറ്റ് നിർത്തിവയ്ക്കും എന്ന് സമ്മതിക്കണം എന്നതാണ് അമേരിക്കയുടെ മിനിമം ആവശ്യം. ആദ്യം അമേരിക്കയ്ക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ വെച്ചു. എന്ന് വെച്ചാൽ ഹിസ്ബുള്ളയെ പോലും ആക്രമിക്കരുത് എന്നായിരുന്നു ഇറാൻ്റെ ആവശ്യം. ആവശ്യങ്ങളൊന്നും സാധിക്കില്ല എന്നറിഞ്ഞിട്ടും ചർച്ചയ്ക്ക് വഴങ്ങിയത് എങ്ങനെയെങ്കിലും ചർച്ച നടക്കട്ടെ എന്ന ട്രംപിൻ്റെ അവസാനത്തെ പ്രതീക്ഷ കൊണ്ടാണ്. പക്ഷെ ആദ്യ വിഷയത്തിൽ തന്നെ ചർച്ച പാളിപ്പോയി. യുറേനിയം എൻറിച്ച്മെൻ്റ് ആയിരുന്നു അമേരിക്കയുടെ മിനിമം ആവശ്യം. ഒടുവിൽ ആവശ്യങ്ങൾക്കൊന്നും വഴങ്ങാതെ ചർച്ച അവസാനിപ്പിച്ച് 2 രാജ്യങ്ങളും പിരിഞ്ഞു. ഇന്ന് വീണ്ടും ചർച്ചയ്ക്കെത്തുമ്പോൾ അമേരിക്ക എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വഴങ്ങും എന്നാണ് തിരിച്ചറിയേണ്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 10 കാര്യങ്ങളിൽ 9ഉം അവർ വിട്ടുവീഴ്ച ചെയ്താലും യുറേനിയൻ എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ പിന്നോട്ട് പോവില്ല. യുറേനിയൻ സമ്പുഷ്ടീകരണം എന്നത് തങ്ങളുടെ മൗലികാവകാശമാണ്. അതിൽ ആരും കൈകടത്തരുത് എന്നത് ഇറാൻ്റെ പ്രഖ്യാപിത നയമാണ്. അതിൻ്റെ പേരിലാണ് യുദ്ധം ആരംഭിച്ചതും അതിൻ്റെ പേരിലാണ് ചർച്ച ഒരിടത്തുമാവാത്തതും. ആർക്കും ഒരു പിടിയുമില്ല എവിടേക്ക് കൊണ്ടുപോയി ചർച്ച എത്തിക്കുമെന്ന്. എന്നാലും ഇന്നറിയാം ലോകത്തിന് സമാധാനമുണ്ടാകുമോ എന്ന്. ഇന്നത്തെ ചർച്ച പൊളിഞ്ഞാൽ പിന്നെ 3ാമതൊരു ചർച്ച ഉണ്ടാവില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയും അതുതന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും
ട്രംപ് അയക്കാത്തത്. അവർ രണ്ടുപേരും ഏതു നിമിഷവും ചർച്ചയുടെ പുരോഗതി അനുസരിച്ച് ഇസ്ലാമാബാദിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നു. ആദ്യം പശ്ചിമേഷ്യൻ പ്രതിനിധികൾ സംസാരിക്കട്ടെ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ധാരണയിൽ എത്താൻ കഴിയുമോ എന്ന് തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. അങ്ങനെ ഒരു ധാരണയെത്തിയാൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടി JD വാൻസും മാർക്കോ റൂബിയോയും എത്തുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ച ഇന്ന് അവസാനിച്ചേക്കണമെന്നില്ല. ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ വൈറ്റ് ഹൗസിനെ അറിയിച്ച് അവിടെ നിന്നുള്ള തീരുമാനമനുസരിച്ചായിരിക്കും കരാറിൽ ഒപ്പുവയ്ക്കുക. ഏതു തരം വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങിയാണ് അമേരിക്ക ഇക്കുറി ചർച്ചയ്ക്ക് പോകുന്നത്. ഇറാൻ ആവശ്യപ്പെടുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ വൈറ്റ് ഹൗസിനെ അറിയിച്ച് തീരുമാനം ഉറപ്പിച്ചിട്ട് വരാനാണ് JD വാൻസും മാർക്ക് റൂബിയോയും കാത്തിരിക്കുന്നത്. ഇതല്ലാതെ അമേരിക്കയുടെ മുമ്പിൽ വഴികളൊന്നുമില്ല. ഭീഷണിയും മുന്നറിയിപ്പും ബോംബിട്ട് കത്തിക്കുമെന്ന വെല്ലുവിളിയുമൊക്കെ നടക്കില്ല എന്ന് ട്രംപിന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയുടെ പാതയിലൂടെ മാത്രം തലയുരാനെ കഴിയൂ എന്നറിയാം. എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുവീഴ്ച എന്നതാണ് വിഷയം. വിട്ടുവീഴ്ച ചെയ്ത് ഇറാനെ കയറൂരി വിട്ടാൽ ഇസ്രായേലിന്റെ ഭാവി എന്താകും, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം എന്താവും എന്ന ആശങ്ക. ഇറാനെ കയറൂരി വിട്ടാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഇതെല്ലാം അമേരിക്കയെ കുഴയ്ക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ നേരിടാൻ കഴിയുന്ന ത്രാണി ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അമേരിക്കയുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ലാതാകുന്നു. അതുകൊണ്ടാണ് ലോകത്തിന് ആശങ്ക. ഇന്ന് ഏതെങ്കിലും ധാരണയിൽ എത്തിയില്ലെങ്കിൽ അമേരിക്ക അറ്റകൈ പ്രയോഗം നടത്തുമോ എന്ന ഭയം. അമേരിക്കയുടെ മൂന്നാമത്തെ പ്രമുഖ യുദ്ധക്കപ്പലും ഇറാൻ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. USS ജോർജ് H.W. ബുഷ്, USS ജെറാൾഡ് R. ഫോർഡും USS എബ്രഹാം ലിങ്കണും ഇതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഈ മൂന്നാമത്തെ യുദ്ധക്കപ്പലും എത്തിച്ചതും ഈ ചർച്ചയുടെ ഇടവേളകളിൽ ഇസ്രായേലിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചതുമൊക്കെ ചില കണക്കുകൂട്ടലുകളുടെ പുറത്താണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ ഇറാന്റെ മുൻപിൽ പൂർണ്ണമായും മാനം കെടാൻ ഒരുക്കമല്ല അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇന്ന് നേരിട്ട് ഭീഷണിപ്പെടുത്തിയേക്കും. വഴങ്ങുന്നില്ലെങ്കിൽ ഇറാനിൽ അറ്റകൈ പ്രയോഗം എന്നുവെച്ചാൽ സർവനാശം വിതയ്ക്കുന്ന അണുബോംബ് പോലും പ്രയോഗിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ്. അണുബോംബിടുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അയൽ രാജ്യങ്ങളെയും ബാധിക്കും. എന്നാൽ ചെറിയ തോതിൽ ഇറാനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ അണുവായുധം പോലും പ്രയോഗിച്ചേക്കും. ഇറാനെ പൂർണ്ണമായും തച്ചുരയ്ക്കുന്ന തരത്തിൽ അഗ്നി വിതറിയേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതെ വരുമ്പോൾ അവർ നടത്താനിടയുള്ള അറ്റകൈ പ്രയോഗത്തെക്കുറിച്ച് തന്നെയാണ് ലോകം ആശങ്കയോടെ കാണുന്നത്.